നോക്കൂ, മറ്റൊരു റിപ്പോർട്ട് ഞാൻ പറഞ്ഞല്ലോ. وعن أبي هريرة رضي الله تعالى عنه أن رسول الله صلى الله عليه وسلم قال ഹബീബാനബി തങ്ങൾ പറഞ്ഞു ഫുള്ളിൽതു അലൽ അംബിയാഇ എന്നോ. നബിനെ മദ്ഹ് ചെയ്തുകൊണ്ട് തന്നെ പറയാണ്. മദ്ഹ് അത് ശിർക്കാണ് പോലെ. ശിർക്ക് നബി പഠിപ്പിച്ചോണ്ട് നമുക്കെന്താ സന്തോഷമായില്ലേ. അപ്പൊ അമ്പിയാക്കളേക്കാൾ എനിക്ക് സ്ഥാനം നൽകപ്പെട്ടിട്ടുണ്ട്. ബിസിത്തിൻ 6 കാര്യം. മുമ്പ് പറഞ്ഞത് 5, അത് വിശദീകരിച്ചു. ഇനി 6 കാര്യം. അത് ഏതൊക്കെന്ന് നോക്കാം. ഉഴ്തീതു ജവാമി അൽ കലിമി, ആശയങ്ങൾ നല്ലോണം ഉൾക്കൊണ്ടുകൊണ്ട് പദങ്ങൾ ചുരുക്കി മൊത്തത്തിൽ എല്ലാത്തിനും ഉൾപ്പെടുത്തുന്ന വിധത്തിലുള്ള വാക്കുകൾ പറയുക, അതെനിക്ക് മാത്രമുള്ളതാണ്. പിന്നെ പറഞ്ഞതുപോലെ ഉസിർത്തുബിർ റോബി, പേടികൊണ്ട് എന്നെ സഹായിക്കുക. ഒഹില്ലത്തിൽ വനായ്മോ അനീമത് സ്വത്ത് എനിക്ക് അനുവദിച്ചു തരിക. ജുഴത്തിലില്ലാണെന്ന് തൊകൂറ, ഭൂമി എനിക്ക് ശുദ്ധിയുള്ളതാക്കി തന്നു. പിന്നെ പറഞ്ഞ 5-മത്തത് എന്താ, എല്ലാവരിലേക്കും എന്നെ ദൂതനായി നിയോഗിക്കപ്പെട്ടു. എന്നെ കൊണ്ട് പ്രവാചക ശൃംഖല അവസാനിപ്പിക്കപ്പെടുകയും ചെയ്തു. ഈ 6 കാര്യം ഇതിൽപ്പെട്ട ഒന്നാണല്ലോ. അവ മനസ്സിലാക്കണം, എല്ലാവരിലേക്കും റസൂലുള്ളയെ നബിയായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും റസൂലാണെന്ന് നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കാം, വഫീ റിവായത്തിൽ റസൂലുള്ളാഹിക്കുള്ള മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൽ കാണാം, വബുഇസ്തു ഇലാ കുല്ലി അഹ്മറ വഅസ്വദ്, അഹ്മർ അസ്വദ്, ഈ 2 വർഗത്തിലേക്ക് എന്നെ നിയോഗിക്കപ്പെട്ടു. ഖാലൻ നബവിയു, ഇമാം നബവി റളിയല്ലാഹു അൻഹു ഫി ശറഹി, തന്റെ ശറഹ് മുസ്ലിമിൽ പറയുന്നു, ഖീല അൽ മുറാദ് ബിൽ അഹ്മർ, അഹ്മർ എന്ന് പറഞ്ഞ ഹദീസിൽ പറഞ്ഞ പദം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടതായി പറയുന്നത് അജമി, അനറബികള് അല്ലാത്തവർ, വെളുത്തവർ എന്നർത്ഥമുണ്ട്. ഒബിൽ അസ്വദ്, അസ്വദ് കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല അറബ്, മൊത്തം അറബികൾ എന്നും പറയുന്നുണ്ട്. കാരണം വലപതി സമൃത്ത് രക്തവർണ്ണ കളറിലുണ്ടല്ലോ അധികം, അതുകൊണ്ട് അസ്വദ് എന്ന് പറയാം. അലവക്കീര പറയപ്പെട്ടിട്ടുണ്ട് അൽ അഹ്മറു അൽ ഇൻസു അൽ അസ്വദ് ജിന്നു എന്നാണ്. അഹ്മർ എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്, അസ്വദ് എന്ന് പറഞ്ഞാൽ ജിന്നു എന്ന് പറയുന്നുണ്ട്. എന്തായിക്കോട്ടെ, സറഹ് മുസ്ലിമിൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നത് വൽ ജമീഉ സഹീഹുൻ, എല്ലാം ശരിയെന്നാണ് അഭിപ്രായം. ഫഖദ് ബുഇസ ഇലാ ജമീഇഹിം, ഈ പറയുന്ന ജിന്നി ഇൻസു വർഗത്തിലേക്ക് മുഴുവത്തിനെയും റസൂലുള്ളാഹി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇനി നോക്കൂ, നമുക്ക് അവിടെ ഇബാറത്ത് വേറെ വായിക്കാം. ഫത്താവൽ ഹദീസയിലെ വഖാല ശൈഖു ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, ഫി മുഖദ്ദിമത്തി തുഹ്ഫത്തിഹി, ബഹുമാനപ്പെട്ടവരുടെ തുഹ്ഫയുടെ മുഖദ്ദിമയിൽ മുഖവുരയിൽ, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായിട്ട് നബി തങ്ങളെ ഉർസില, നബിയെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്, ലികാഫത്തി സഖലൈനി, സഖലൈനി മൊത്തത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഇൻസി വൽ ജിന്നി ഇജ്മാഅൻ, ജിന്നി ഇൻസു വർഗത്തിലേക്ക് മൊത്തത്തിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ് ആര്, ഹബീബുന നമ്മുടെ നബി തങ്ങൾ എന്നുള്ളത്. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തന്റെ തുഹ്ഫയുടെ മുഖദ്ദിമയിൽ പറയുകയാണ്, മഅലൂമത്തുൻ മിനദ്ദീനി ബിൽ ലറൂറ, ദീനിൽ ലറൂറത്തായി അറിയപ്പെട്ട കാര്യം കൂടിയാണ് ഇത്. എല്ലാവർക്കും അറിയാം, ജിന്നി ഇൻസു വർഗത്തിലേക്ക് നിയോഗിക്കപ്പെട്ടവർ നബി തെളിവ് വേണ്ടതൊന്നുമില്ല, വല്ലാതെ അത് നിർബന്ധിതമായും അറിയണ്ടെന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും അറിയാം. അങ്ങനെ വരുമ്പോൾ മുൻകിറുഹു, അങ്ങനെ ഇല്ല എന്ന് ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ ഇസ്ലാം എന്ന് പുറത്തായ നിമിഷം കാഫിറാവുന്ന അഴുതുമില്ല. പിന്നെ തർക്കങ്ങൾ കിടക്കുന്ന മറ്റു വിഷയത്തിൽ വകതൽ മലായികത്തു, മലക്കുകളിലേക്കും നബിയെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന അഭിപ്രായമുണ്ട്. കമാ റജഹു ജഅഫും മുഹഖഖൂന കസുബ്കിയും തബിഅഹു, സുബ്കി ഇമാമിനെ പോലെയുള്ള മൂപ്പരോട് പിന്തുടർന്ന ഇമാമികളെ പോലെയുള്ള തഹ്ഖീഖിന്റെ ഒരു പറ്റം പണ്ഡിതന്മാർ ബലപ്പെടുത്തിയിരിക്കുന്ന അഭിപ്രായം നബി തങ്ങൾ മലക്കുകളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് എന്നാണ്. ഇതിനെ എതിർത്തവരുണ്ട്, അല്ല എന്ന് പറഞ്ഞ എതിരാളികളെ അവർ തട്ടുകയും ചെയ്തിട്ടുണ്ട് തെളിവ് കൊണ്ട്. മുത്തുനബി തങ്ങളെ ലോകത്തിന് മുന്നറിയിപ്പായി കൊണ്ടാണല്ലോ, മുന്നറിയിപ്പ് നൽകുന്നവരാകാൻ വേണ്ടി എന്ന് പറഞ്ഞു. അവിടെ എന്ത് കാണാം, ആയത്ത് വ്യക്തമായി കാണുന്നില്ല ആലമീൻ എന്ന, ഇതിൽ ആലമുമാ സിവല്ലാഹ്, അള്ളാഹു അല്ലാത്തവരെ കൊണ്ടൊക്കെ ആലമെന്ന് പറയാം. അപ്പൊ മലായികത്തിലേക്കും ഈ ആയത്ത് കൊണ്ട് തെളിയിക്കാൻ നബി പ്രവാചകനാണ് എന്ന്. ഇനി നോക്കൂ, ഖബറു മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, വഉർസിൽതു ഇലൽ ഖൽഖി കാഫ,
സർവ സൃഷ്ടികളിലേക്കും മൊത്തമായി എന്നെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു എന്ന് മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസുമുണ്ട്. ഇതൊക്കെ യുഅയ്യിദുദാലിക മലായികത്തിലേക്ക് നബി തങ്ങൾ നിയോഗിതനാണ്, പ്രവാചകനാണ് എന്നതിന് ശക്തിപ്പെടുത്തുന്നുമുണ്ട്. എന്നാൽ ഖാലിൽ ബാരിസി, ഇമാം ബാരിസി തങ്ങൾ പറയുന്നു, അന്നഹു ഉർസില ഹത്താലിൽ ജമാദാത്തി ബഅദ ജഅലിഹ മുദ്രികത്തം എന്നാണ്. മനസ്സിലാക്കാനുള്ള ശക്തി നിർജീവികൾക്ക് അല്ലാഹു തആല നൽകിയിട്ട് അതിന്റെ ശേഷം ആ ജമാദാത്തിലേക്കും നിർജീവികളിലേക്ക് വരെയും അല്ലാഹു തആല പ്രവാചകനായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അപ്പൊ എല്ലാവർക്കും പ്രവാചകനാണ്. അപ്പൊ വായിദത്തുൽ ഇർസാലിൽ മഅ്സൂമി വഗൈറുൽ മുകല്ലഫി, തക്ലീഫില്ലാത്ത ജമാദാത്തിനെ പോലത്തവർക്കും മഅ്സൂമികളായിരിക്കുന്ന മലക്കുകളിലേക്കും നബിയായി നിയോഗിക്കുന്നതിലും മുർസലായിരിക്കുന്നതിലും എന്താ നേട്ടം എന്ന് ചോദിച്ചാൽ, ത്വലബു ഇദ്ആനിഹിമ ലിശറഫിഹി, മഹാനായ നബി തങ്ങൾക്കുള്ള ഉന്നതി അവർ രണ്ടുപേരും ബോധ്യപ്പെടുത്തണം, അവർ രണ്ടുപേർക്കും ബോധ്യമാകുക എന്നുള്ളതാണ് തോന്നുന്നത്. മാത്രമല്ല ദുഖൂലുഹുമാ ദഅവത്തിഹി, നബി തങ്ങളുടെ ക്ഷണത്തിന്റെ താഴ്ഭാഗത്തിൽ, ക്ഷണത്തിന്റെ കൂട്ടത്തിൽ അവരും പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ദഅവത്തിന്റെ ദഅവത്തിൽ ഉൾപ്പെടുത്തലും നബിന്റെ അണികളായി വരിക എന്നുള്ളതും മറ്റു പ്രവാചകന്മാരെക്കാൾ കൂടുതൽ നബി തങ്ങൾക്കുള്ള ഒരു ശ്രേഷ്ഠത, ഉന്നതി അറിയിക്കുക എന്നതിനു വേണ്ടിയും കൂടിയാണ് മലക്കുകള്, ജിന്നുകള്, മനുഷ്യന്മാർ, മറ്റു ഇതര ജീവി അല്ലാത്തവരിലേക്കും നിർജീവികളിലേക്കും എല്ലാം പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു എന്ന് പറഞ്ഞത്. ഇത് ഞാൻ ഉദ്ധരിച്ചത് ഇബ്തിഗാഉൽ വുസൂൽ 25-ാം പേജ് നമ്പർ. ഇനി നോക്കൂ, ഖബറു മുസ്ലിമില്ലദീ ലാ നിസാഅ ബി സിഹ്ഹതിഹി സ്വരീഹുൻ ബിദാലിക. മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. ആ ഹദീസ് സ്വഹീഹാണെന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. ഈ പറഞ്ഞ വിഷയത്തിൽ അതെന്താണ്, വളരെ വ്യക്തമായതാണ്. ഏതാണ് ഹദീസ്? ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ വ ഉർസിൽതു ലിൽ ഖൽഖി കാഫ എന്നാണ് ഹദീസ്. സൃഷ്ടികളിലേക്കും മൊത്തത്തിലേക്കും എല്ലാവരിലേക്കും എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്ന തിരുവചനം. അത് മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, തർക്കമില്ല, ഹദീസ് സഹിഹാണ്. എന്നിട്ട് അത് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്തിഗാഉൽ വുസൂൽ മുസന്നി പറയാം, ഫതഅമ്മൽ ഖൗലു അൽ ഖൽഖ് ഇൽ ഖൽഖി എന്നുള്ളത് ഖൽഖ്, അതൊന്ന് ആലോചിച്ച് നോക്കാം. വ ഖൗലുഹു കാഫത്തൻ, അത് കാഫത്തും ഖൽഖും രണ്ടും ഒന്ന് ആലോചിച്ച് നോക്കുക. രണ്ടും ആലോചിച്ചാൽ കിട്ടുമല്ലോ, എല്ലാം മൊത്തത്തിലേക്കാണ്, ഖൽഖ് എല്ലാമാണ്. അള്ളാഹു ഒഴിച്ചതൊക്കെ ഖൽഖാണ്. എന്റെ കാഫത്തൻ എല്ലാം ഇല്ലേ? ഒമിൻ തമ്മ, അതുകൊണ്ടല്ലേ ഇങ്ങനെ ഖൽഖും കാഫത്തും ചിന്തിച്ചത് കൊണ്ടാണല്ലോ മിൻ ഹാദാ, ഈ പറഞ്ഞ പദത്തിൽ നിന്ന് ഷെയ്ഖുൽ ഇസ്ലാം അല്ലെങ്കിൽ ഹദീസ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം അൽ ജമാലുൽ ബാരിസി എന്ന് പറയുന്ന മഹാൻ പിടിച്ചു മനസ്സിലാക്കിയത് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉർസില ഇലാ ജമീൽ മഖ്ലൂഖാത്തി അത്തൽ ജമാദാത്ത്, ജമാദാത്ത് വരെയും എല്ലാ ജീവജാലങ്ങളിലേക്കും ജീവനില്ലാത്ത വസ്തുക്കളിലേക്കും എല്ലാം നിയോഗിക്കപ്പെട്ടവരാണ് പ്രവാചകൻ എന്ന ബഹുമാനപ്പെട്ടവർ കണ്ടെത്തിയത്. അതെങ്ങനെ? ഫഹ്മും വഅഖിലും മഖ്സൂസുൻ, പ്രത്യേക ബുദ്ധിയും വിവേകവും എന്താണെന്നറിയാമോ? ആ ജമാഅത്ത് കല്ല് മരങ്ങ് പോലത്തതിലൊക്കെ എന്താ അല്ലാഹു തആല കൂട്ടിച്ചേർത്തു റെഡിയാകുക. അങ്ങനെ ആമനത്ത് ബിഹി വഅതറഫതു ബിഫദ്ലിഹി, അങ്ങനെ ആ നിർജീവ നബിയെ മനസ്സിലാക്കി, നബിയെ കൊണ്ട് വിശ്വസിച്ചു, അങ്ങനെ നബിന്റെ ശ്രേഷ്ഠത അംഗീകരിക്കുകയും ചെയ്തു. ഇതാണ് ഈ പറഞ്ഞ ഇബാദത്ത് ഫതാവൽ ഹദീസിയ 154 കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ പറയുന്നത്, എല്ലാവരിലേക്കും പ്രവാചകനാണ്. ആമനത്ത് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചല്ല. ഖൗലുഹു ബുഇസ്തു ഇലന്നാസി കാഫ എന്നൊരു ഹദീസ് ഉണ്ട്. സർവ്വജനങ്ങളിലേക്കും എന്നെ നിയോഗിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതും ഷാമിലുല്ലഹും മിൻ ലദുൻ ആദമ ഇലാ ഖിയാമിസ് സാഅ, ആദ്യനാള് വരേക്കും, ആദ്യ നബി മുതൽ അന്ത്യനാള് വരേക്കുമുള്ള സർവ്വരെയും ഉൾപ്പെടുത്തുന്നതാണ് ഈ പദം. ഇങ്ങനെ പിന്നെ കാഫ, ഇതുകൊണ്ടൊക്കെ തെളിവെന്താ? എല്ലാവർക്കും പ്രവാചകനാണ് നബി തങ്ങൾ എന്നല്ലേ. അൽ ബാരിസി, ഈ അഭിപ്രായത്തെ ബാരിസി ഇമാം റാജിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് വാസാദ മൂപ്പർ കൂടുതലാക്കി പറയുന്നു,
അന്നഹു മുർസൽ ഇലാ ജമീൽ ഹയവാനാത്തി വൽ ജമാദാത്തി എന്ന് കാണാം. സർവജീവികളിലേക്കും നിർജീവികളിലേക്കും നിയുക്തരാണ് പ്രവാചകർ എന്ന്. വസ്തദല്ല ബിശഹാദത്തിൽ വബ്ബി ലഹു ബിറിസാലത്തി വശഹാദത്തിൽ ഹജർ വശജർ ലഹു. അതിന് തെളിവായി പറയാൻ കാരണം കുടുംബം വന്ന് റസൂലുള്ളാഹിന്റെ റിസാലത്ത് സമ്മതിച്ചു, ഷാദി ചൊല്ലി. അങ്ങനെ ഹജർ, കല്ല്, വരമൊക്കെ വന്ന് നബിക്കെന്തായി റിസാലത്ത് സമ്മതിച്ചു കൊടുത്തു. അതിനർത്ഥം എന്താ? നബി അവരിലേക്കും നിയോഗിക്കപ്പെട്ടവർ എന്നല്ലേ. മാത്രമല്ല അസീദു, ഞാൻ കൂടുതലായി പറയട്ടെ, അലാദാലിക്ക, ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പറയുന്നു, അന്നഹു മുർസലുൻ ഇലാ നഫ്സി, നബി സ്വന്തം നഫ്സിലേക്ക് ഒരു നബിയാണ്. കാരണം ഖൽഖിൽ നബി പെട്ടോ, അപ്പൊ നബിയിലേക്കും തന്നെ നിയുക്തരാണ് എന്നർത്ഥം. അങ്ങനെയാണ് നബി. അതുകൊണ്ട് അതാണ് നമ്മുടെ ഷറഫുൽ അനാമിലും അഷ്റഖയിലും മങ്കൂസിലൊക്കെ നമുക്ക് കാണാനോ. എന്ത് ഷറഫുൽ അനാം മറച്ചാൽ കാണാം, ബൈന യദൈക فاستجارك يا حبيبي عندك الذي النفور وآتاك العود يبكي وتذلل بين يديك واستجارك يا حبيبي عندك الذي النفور والوحش والأحجار قد سجدت له وعلي قد سلمنا بعد تشهدي. അതുകൊണ്ടാണ് ഈ ഹദീസിലൂടെയും ചരിത്ര താളുകളിലൂടെയും കണ്ടതുകൊണ്ട് തന്നെയാണ് ഷറഫുൽ അനാം ഉണ്ടാക്കിയ മുസന്നിഫും അതുപോലെ മങ്കൂസ് മൗലൂദ് ഉണ്ടാക്കിയതായിരിക്കുന്ന മുസന്നിഫും ഇവർ രണ്ടുപേരും ഈ ബൈത്ത് കൊണ്ടുവരുവാനും ഈ ഹദീസ് കൊണ്ടുവരുവാനും കാരണം ഇത് തെളിവാണ്. അതിലൊന്നും ഒരു മോശത്തരവുമില്ല. ഇനി നമുക്കൊരു സംശയം വരാനുള്ളത് എന്താ? ജിന്നുവർഗത്തിലേക്കും മനുഷ്യവർഗത്തിലേക്കും പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്ന്. മൊത്തം പ്രവാചകനായി വന്നതാണ് നമ്മുടെ നബിന്ന്. അപ്പൊ ഒരു സംശയം ഒരാൾ ചോദിക്കുകയുണ്ടായി, നമ്മുടെ നബിക്ക് മുമ്പ് ജിന്നുവർഗത്തിലേക്ക് നബി അയക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ? സംശയമാണ്, നല്ലൊരു സംശയമാണ്. ആ സംശയം ഫത്താവ ഹദീസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനത് ഇവിടെ ഈ വാർത്ത വായിക്കാം. ലം യകുല്ലി അഹദു മിനൽ അംബിയായി ദഅവത്തുൻ ആമത്തുൻ ഇല്ലാ നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നബിക്കല്ലാതെ മറ്റൊരു പ്രവാചകനും പൊതുവെ എല്ലാവരും ക്ഷണിക്കാതിന്റെ സംഗതി ഉണ്ടായിട്ടില്ല. നമ്മുടെ പ്രവാചകനാണ് എല്ലാവരേക്കും പൊതുവെ ദഅവത്ത് എത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കാരണം കൊണ്ടാണ് ഉർസില ജിന്നി ദൂന വൈരിഹി, നബിതങ്ങളെ കൂടാതെ മറ്റുള്ളവരൊക്കെ ഒഴിവാക്കി നബിയെ എന്ത് ചെയ്തു? ജിന്നിലേക്ക് എന്താണ് നിയോഗിക്കപ്പെട്ടത്. അപ്പൊ ജിന്നിലേക്ക് നിയോഗിക്കപ്പെട്ടവരാ നബിതങ്ങൾ. പാകുന്നില്ല, ജിന്ന് അല്ല, അതിന് നമ്പർ പ്രവാചകനില്ല. വലാ ഹുജ്ജത്താൽ ഇവൻ സഅമ അന്ന ഈസ ആഖിറുൽ അംബിയാഇ. അപ്പോ അംബിയാക്കൾ അവസാനത്തെ ആളാണ് ഈസാ നബി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിന് യാതൊരു തെളിവുമില്ല. അപ്പൊ ഒരു വസിമത്ത് ശരീഅത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിന്നെന്തായി? മഹാനവറുകൾക്ക് നിർബന്ധമായി വന്നത് ഏതാ? മുത്ത് നബി തങ്ങളുടെ ശരീഅത്താണ്. മൻജാ ബഅദഹു, നബി തങ്ങൾക്ക് ശേഷമല്ല. പിന്നെ ആർക്ക് ശേഷം? ഈസാ നബിക്ക് ശേഷം വരുന്ന എല്ലാവർക്കും മുത്ത് നബി തങ്ങളുടെ എന്താണ്? ശരീഅത്താണ് പറയാൻ കാരണം എന്തുകൊണ്ട്? അന്നഹു ലം യസ്ബുതു ഉമൂമി ദഅവത്തി ഈസാ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രബോധനം മൊത്തത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. അത് മൂപ്പർക്ക് എന്താ സമുദായം കുറച്ചല്ലേ ഉള്ളൂ. അതന്നെ പലിസ്വകീകോ. എങ്കിലും ശരിയായ അഭിപ്രായം അന്നഹു ലം യകുല്ലി നബിയ്യിൻ ദഅവത്തുൻ ആമത്തുൻ ഇല്ലാ ലിനബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബലപ്പെട്ട അഭിപ്രായമാണ് പറയുന്നത്. നമ്മുടെ നബിക്കല്ലാതെ പൊതുവെ എല്ലാവരും ക്ഷണിക്കുക എന്നുള്ളൊരു പ്രവാചകൻ ഒരു ക്ഷണം നമ്മുടെ നബിക്കല്ലാതെ മറ്റൊരു പ്രവാചകനും ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മുടെ നബിന്റെ മുമ്പ് ജിന്ന് വർഗത്തിലേക്ക് നബിയില്ല എന്നാണ് അതിന് മനസ്സിലാകുന്നത്. അതുകൊണ്ടല്ലേ അവരിലേക്കും നമ്മുടെ നബി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നാളെ ചർച്ചയ്ക്ക് വരാനുള്ളത്
ഹദീസിലൂടെ നബി തങ്ങൾക്ക് ആരെല്ലാം ഷഹാദത്ത്, ജീവികൾ, നിർജീവി അഥവാ മുക്കല്ലഫല്ലാത്ത ജീവികള്, അപ്പൊ വൈറ് മുക്കല്ലഫുണ്ട്, അതോടുകൂടെ ജമാദാത്തും, അതൊക്കെ ആരൊക്കെയാണ് എന്ന് ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മുടെ നബിയെ മദ്ഹ് ചെയ്ത് പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗാനങ്ങളും ഹദീസും ധാരാളം മങ്കൂസും മൗലൂദിൽ കാണാം. അപ്പൊ നമ്മൾ ഓതുന്നത് ഹദീസാണെന്ന് ബോധ്യപ്പെടും. അത് മൗലവിമാരെ വക കെട്ടി ഉണ്ടാക്കിയതല്ല എന്ന് ബോധ്യപ്പെടും ഇൻഷാ അല്ലാഹ്.